Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഈസ്റ്റർ എല്ലാം കഴിഞ്ഞു, പക്ഷേ എന്നാലും ഓരോ പുതിയ റെസിപ്പി പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. എന്നാന്നറിയോ, ഏറ്റവും എളുപ്പത്തിൽ, അത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് എല്ലാ റെസിപ്പീസും ഏറ്റവും എളുപ്പത്തിലാണ്. ഞാൻ പറയുന്ന എളുപ്പത്തിൽ ചെയ്യുന്ന എല്ലാ റെസിപ്പി ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കും രാത്രിത്തേക്ക് ഒരുമിച്ചെടുക്കാം. അപ്പോൾ ഏത് നേരവും അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുകയും വേണ്ട. പണിയെടുക്കാതിരുന്നാൽ പക്ഷേ ആഹാരം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുക. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, പണിയെടുത്ത് വായിക്ക് രുചിയായിട്ടുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ രുചിയായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമല്ലേ. അപ്പോൾ അധികം നേരം അടുക്കളയിൽ കിടന്ന് മെനക്കെടുകയും വേണ്ട. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് മട്ടൻ്റെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ, എന്നാൽ ഒരു ഇച്ചിരി സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ ഇച്ചിരി സമയം എടുക്കും, അത്രേ ഉള്ളൂ. മട്ടൻ വേവുന്ന ഒരു സമയം ഉണ്ടല്ലോ, അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ, ഇത് ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ കുറച്ച് സവാള, അതായത് ഒരു 2 സവാള, മീഡിയം സവാള നീളത്തിലരിഞ്ഞതാ. 1 കിലോ മട്ടന് സാധാരണ പറയുന്നത് ഒരു മീഡിയം അല്ല, ഒരു ഇച്ചിരി കൂടെ ചെറുത് ഒരു 4 എണ്ണം, അല്ലെങ്കിൽ വലുത് 2 എണ്ണമാണ് കണക്ക് പറയുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ. ഇത് ഏകദേശം 1 കിലോ മട്ടനുണ്ട്. അതിനകത്ത് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കൊഴുപ്പും എല്ലാം കൂടെ ചേർത്ത് മേടിക്കണേ. എന്നാൽ എന്തറിയോ, നമ്മൾ ഏത് മീറ്റ് ചെയ്യുമ്പോഴും കുറച്ച് കൊഴുപ്പിട്ടാൽ അതിന് ആ ടേസ്റ്റ് വരും. പിന്നെ മട്ടൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ മട്ടൻ്റെ കുറച്ച് ഫാറ്റും കൂടെ ഇട്ട് ഉരുക്കി വെച്ച് സവാള വഴറ്റുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. അതായത് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു മട്ടൻ കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ലേ, അത് നമ്മൾ വീട്ടിൽ ചെയ്താൽ പറ്റിയല്ലെന്ന് പറയുന്നതിൻ്റെ ഒരു ഹിഡൻ സീക്രട്ടാണ് ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ വേണ്ടിയത് ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞതാണ്. ടൊമാറ്റോ പഴുത്തതല്ല, ഒരു ഇച്ചിരി പച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് പുളിയില്ലാത്ത ഒരു 1/2 കപ്പ് തൈര്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് ചതച്ചതോ ഏതായാലും കുഴപ്പമില്ല, അത് കുറച്ച്. പിന്നെ ഉള്ളത് കുറച്ച് ഗരം മസാല. ഇത് കുറച്ച് നമുക്ക് അതിൻ്റെ ഒരു ഡെക്കറേഷനാണ്, അത്രയും മാത്രമേ ഉള്ളൂ. കുറച്ച് അരിഞ്ഞ പച്ചമുളകുമാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, അതായത് ഒന്നെങ്കിൽ ഇതേപോലെ കുഞ്ഞായിട്ട് അരിയാം, അതല്ലാന്നുണ്ടെങ്കിൽ ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞെടുത്തേച്ചാലും മതി. ഇനി ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാവോ, നമുക്ക് ഈ മട്ടനെ ഒന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് തീ ഒരിച്ചിരി കുറയ്ക്കുക. അരിഞ്ഞു വെച്ച സവാള, ഒരു കിലോ മട്ടൺ ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും അല്ല, കുറച്ചുകൂടെ കൂടുതലാക്കാം, മട്ടനല്ലേ. ചിക്കനാണ് കുറച്ച് നമ്മൾ 1.5 വീതം ഇടുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ മേടിച്ചതായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പും. എപ്പോഴും ഇറച്ചി വേവിക്കുമ്പോൾ ഉണ്ടല്ലോ, മട്ടൻ ആ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ വേവുന്നാണ് ഏറ്റവും രുചി, ആ ടേസ്റ്റ്. അഥവാ നമുക്ക് ഇച്ചിരി വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം. ഇനി എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്നാണെന്നറിയാവോ, നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചിടും. അതിനെക്കാട്ടിലും നല്ലത് ഇത് ഒന്ന് വെള്ളം ഊറുകയല്ലേ നല്ലതായിട്ട് അയർച്ചിന്ന്, ഊറിയതിന് ശേഷം മാത്രം, വെള്ളം ഉണ്ട് എന്ന് കണ്ടതിന് ശേഷം മാത്രം അടയ്ക്കുക. എന്നുവെച്ചാൽ മട്ടൺ വേവാൻ ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലെടുക്കുക. അതല്ല, എന്നിട്ട് ഫുൾ ലോ ആക്കിയിട്ട് സെക്കൻഡ് വിസിലും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് മട്ടൺ വെന്തിരിക്കും. എല്ലാവരും പറയുന്നത് 7 വിസിൽ വരുമ്പോഴാണ് വേവുന്നതാണ്. ഇത് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഓക്കെ, ഇനി
ഞാൻ ഈ മട്ടൺ അടച്ചിട്ടേച്ച് നമുക്ക് ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് അടുത്തത് ചെയ്യാൻ പറ്റുന്നത്. അതും ഒരു കാര്യം, എപ്പോഴും ഉണ്ടല്ലോ ആവി വന്നതിന് ശേഷം വിസിലിട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക, എന്നതേലും ഒരു വിസിൽ വരാനോ എന്നതേലും ഇവിടെ എന്തെങ്കിലും സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഒന്നും നമ്മൾ അറിയത്തില്ല. അപ്പോൾ അപകടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ആവി വന്നതിന് ശേഷം നമുക്ക് വിസിലിടാം. ഞാൻ അതിൻ്റെ ഒരു പരുവം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കട്ടി ചീനച്ചട്ടി വെച്ചേച്ചേ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്തോട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. നമ്മൾ ഏതാ വീട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതെ. അന്നേച്ച് ഫസ്റ്റ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ആദ്യം മട്ടൺ ഇട്ടേച്ച് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ മീൻസ് അങ്ങനെ ചിക്കൻ ഫ്രൈ പോലെ കോരിയെടുക്കുക അങ്ങനെയല്ല. ഇതിനെ ഒന്ന് എന്താ പറയുക, ഒരു ബ്രൗൺ ആക്കി എടുക്കുമല്ലേ, ആ പരുവം. അതാക്കി എടുക്കുന്നത് കൊണ്ട് മട്ടൺ ഒരു 3/4 വേവിച്ചാൽ മതി. ബാക്കി ഇതിനകത്ത് കിടന്നൊരു വേവലും കൂടെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മട്ടൺ പൊടിയാത്ത രീതിയിൽ, എന്നാൽ ഈ ബാക്കി കിടന്ന് ആവുന്ന സമയം വേവുന്ന രീതിയിലും കൂടെ ആക്കിയുള്ള പരുവത്തിനെ വേവിച്ചെടുക്കാവുള്ളൂ. ഇതിനകത്തോട്ട് ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ഈ മട്ടൺ ഒന്ന് ഇടുവാണേ. മട്ടൻ്റെ സ്റ്റോക്ക് കളയണ്ട, അത് വെച്ചോ. നമുക്ക് ഗ്രേവിക്ക് എടുക്കാം. നമ്മൾ ആ കോരി ഇട്ടാലും ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളമില്ലേ, അതൊന്ന് പറ്റിയേച്ച് ആ മട്ടൺ ഒന്ന് ഫ്രൈ ആയി വരണം. ഇത് പെട്ടെന്നാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചീനച്ചട്ടി ഒന്ന് ചൂടാവേണ്ട താമസം അത്രേ ഉള്ളൂ. അതായത് നല്ലൊരു ചൂടില്ലേ, അതാവേണ്ട താമസമേ ഉള്ളൂ. ഇത് പെട്ടെന്നാവാനേ ഉള്ളൂ. അതായത് മട്ടൻ്റെ പീസിലൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളർ ആവണം, അത്രേ ഉള്ളൂ. ഇതിന് ആക്ച്വലി ഓയിൽ ഒരിച്ചിരി കൂടുതലാണ് വേണ്ടേ. പക്ഷെ നമുക്ക് മട്ടൺ ആയതുകൊണ്ട് മട്ടൻ്റെ ഫാറ്റും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് എന്താ പറയുക, നമുക്ക് അയ്യോ ഭയങ്കര എണ്ണയും ഫാറ്റും എല്ലാം കൂടെ അല്ലേ എന്നുള്ളൊരു സൈക്കോ ഫീൽ ചെയ്യും. അപ്പോൾ അതിനേക്കാളും നല്ലൊരു ഇച്ചിരി എണ്ണ വെച്ച് ബാക്കി ഫാറ്റിൽ കൂടെ കിടന്നങ്ങ് മുരിയുന്ന ഏറ്റവും നല്ലത്. പക്ഷേ എണ്ണ ഒഴിക്കുന്നത് ടേസ്റ്റ് കൂടും, പക്ഷേ നമ്മുടെ ഹെൽത്തിന് കുഴപ്പമാവുമല്ലേ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേ ഒഴിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ, പക്ഷെ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കരുത്. അപ്പം നമ്മുടെ വെള്ളം എല്ലാം പറ്റി. ഇനി ആ ഇറച്ചിയുടെ കഷ്ണം അങ്ങോട്ട് മുരിയാൻ തുടങ്ങുക. ആ ഒരുപാട് മുരിഞ്ഞല്ല എടുക്കുന്നത്, കുറച്ച് മുരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇടാം. അതല്ല തക്കാളി വേവിച്ചേച്ച് ഇതിനകത്തിട്ട് ഉടച്ച് അതിനെ ഇത് ഗ്രേവി ആക്കിയാലും മതി, ഒക്കെ നമ്മുടെ ഇഷ്ടം. ഓക്കെ, ഈ അടിഭാഗം കണ്ടോ നല്ല മുരിഞ്ഞു വരുന്നുണ്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ട ഈ തക്കാളി ആ സൈഡിലോട്ട് ഇട്ട് കൊടുത്തേച്ച് അതിനെ ഒന്ന് നല്ലൊരു ഗ്രേവി പരുവാക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ. ഈ തക്കാളി ഒന്ന് നല്ലതായിട്ട് ഉടഞ്ഞ് അതിനകത്തോട്ട് അങ്ങ് അലിഞ്ഞ് ചേരണം. അതായത് തക്കാളി അറിയരുത് എത്രയുണ്ട് എന്നുള്ളത്. നമ്മൾ ചേർത്തത് കാണരുത്. പക്ഷെ അത് വലിയ സമയമൊന്നും എടുക്കുകയല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല കട്ടി ചീനച്ചട്ടി വെക്കുവാന്നേൽ എത്ര നേരം വേണം. തക്കാളി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞ് ചേർന്നു. ഇനി ഈ ഉടഞ്ഞ് ചേർന്നു എന്ന് നമുക്ക് ഇതിനകത്ത് കണ്ട ഫീൽ ചെയ്യാതെ തന്നെ എന്ന് വെച്ചാൽ ഞാൻ പച്ച തക്കാളി ഇട്ടെ, മറ്റേ നമ്മൾ പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞേച്ചിടുവാന്നേരം പെട്ടെന്നാവും. പക്ഷെ നമ്മളത് ഒത്തിരി നമ്മുടെ പാചകത്തിൽ നമ്മളത് അങ്ങനെ ശീലിക്കാത്തതുകൊണ്ട് നമുക്കത് അത് മെനക്കേടാന്ന് തോന്നും സത്യം. പക്ഷേ ഇതിനകത്ത് ഇപ്പം ആ തക്കാളിയുടെ ഫ്ലഷ് കംപ്ലീറ്റ് ഉടഞ്ഞ് ഈ മട്ടണിനകത്ത് ചേർന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയാണ് നമ്മൾ ഈ കാണുന്നത്.
ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തൈര് ചേർക്കാം. ഒരു 1/2 കപ്പ് തൈരാണേ. ആ തൈര് കംപ്ലീറ്റ് വെള്ളം പറ്റി ആ മസാല എല്ലാം ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ നെക്സ്റ്റ് നമുക്ക് പൊടികളിടാം. ഇതിനകത്തുണ്ടല്ലോ എനിക്ക് പറഞ്ഞു തന്ന പുള്ളിക്കാരത്തി പറഞ്ഞ മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ടാന്ന്. പക്ഷെ ഞാൻ എനിക്കതൊരു മഞ്ഞ ഇട്ടില്ലേലൊരു പ്രയാസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. പക്ഷെ ഞാൻ ഇടുവേ. ഫസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി, അതായത് ഒരു 2 ടീസ്പൂണാണ്. 1 കിലോയ്ക്ക് സാധാരണ നമ്മൾ കറി വെക്കുവാണെങ്കിൽ ഒരു 4 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഇടണം. ഇപ്പം ഇതിനകത്ത് ഞാനൊരു 2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ നോക്കി വെച്ച് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതിനകത്ത് എരിവ് എന്ന് പറയുന്നത് ശരിക്കും കുരുമുളക് പൊടിയുടെ എരിവാണ് വരുന്നത്. അപ്പോൾ അതൊന്നെങ്കിൽ ചതച്ചിടാം, അല്ലെങ്കിൽ പൊടി നമ്മൾ മേടിച്ചത് ഇടുവാണെങ്കിൽ ആക്ച്വലി അതിന് അത്രയും എരിവ് കാണുകയല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചിടുവാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ എരിവ് വരും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവാണേ. മസാല എല്ലാം ചേർന്നു. ഇനി ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, ഇനി നമ്മുടെ മസാല എല്ലാം വെന്തു. ഇതേണ്ട ഞാൻ എപ്പോഴും പറയുന്ന പോലെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് മൂത്ത് ആ ഇറച്ചിയായിട്ട് ചേർന്നു എന്നാണ് അർത്ഥം. പക്ഷേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട് അല്ലേ, ആ സ്റ്റോക്കും കൂടെ ഇതിനകത്ത് ഒഴിച്ച് വെച്ച് ആ ഒരു മസാല കംപ്ലീറ്റ് ഇതിനകത്തോട്ട് പിടിക്കണം. ആ എടുത്ത് സ്റ്റോക്ക് കളയരുത്. കാരണം ഇറച്ചിയുടെ രുചി മുഴുവൻ ആ സ്റ്റോക്കിനകത്താവുള്ളേ. ഇനി ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എരിവ് ഒന്നും പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുകയോ ചതച്ചിടുകയോ എന്നാ വെച്ചാൽ ചെയ്യാം. ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ ആ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. എനിക്ക് ഇഷ്ടം ശരിക്കും കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നതാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എല്ലാവർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് കുരുമുളകാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല പച്ചമുളകാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറി എന്ന് പറയുന്നത്. ഇത് എന്താ പറയുക, ഒത്തിരി സ്പൈസസ് അല്ല. മുളക് പൊടി എന്ന് പറയുന്നത് ഒരുപാടില്ല. കറിക്ക് തന്നെ ആ കളറിന് തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റാണ്. നല്ല എന്താ പറയുക, മുരിഞ്ഞ ബറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഉള്ള കാര്യം പറയാലോ, ഒന്നും വേണ്ട, നമ്മുടെ ചൂട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇത് സ്റ്റൂവിൻ്റെ ഒരു ഫാമിലി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ആക്കാം. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിന് കുറച്ചുകൂടെ ആക്കണമെന്നുണ്ട്. നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഒരു കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുവാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റാണ് വരിക. പക്ഷേ അവർ പറഞ്ഞു തന്ന പോലത്തെ, എനിക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു തന്ന പോലത്തെ സെയിം ടേസ്റ്റ് ആവുകയല്ല. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ മുമ്പോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറി എന്ന് പറയുന്നത്. ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല സോഫ്റ്റ് ബേക്കറി ബ്രെഡാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ട്രൈ ചെയ്യുക. ഇനി നമ്മുടെ ആനീസ് കിച്ചൻ്റെ ഗസ്റ്റ് ആരാന്ന് അറിയണ്ടേ? ഇത് സ്പെഷ്യൽ കറിയാണ് ചെയ്ത, മസാലയൊക്കെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തത്. ഇന്ന് ആനീസ് കിച്ചനിലെ ഗസ്റ്റ് വേറെ ആരുമല്ല, വിജയ് ബാബു സാറാണ്. How do you welcome, sir, once again to my show? Once again. How are you, sir? I'm good. After a long time. Long time. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായില്ലേ, 5 അല്ല 6-7 വർഷങ്ങളായില്ലേ?
കൂടുതലായി. 8:30. ഇതെന്നാ ലേലം ഉറപ്പിക്കുവാന്നോ? 8. സമയം പോകുന്നത്. But still, touch wood, you look same, sir. എന്നാ ആങ്കർക്ക് പ്രായമാവുന്നില്ല. ഇത് എനിക്കിട്ട് ഇപ്പൊ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പറഞ്ഞ സാധനം തന്നെയല്ലേ. എനിക്ക് തോന്നുന്നു ആട് 3യുടെ ഒരു ഭയങ്കര സക്സസ് സെലിബ്രേഷനിൽ സാറിന്റെ ആ ഒരു എന്താ ഒരു പ്ലസന്റ്നെസ്, ആക്റ്റീവ്, എന്നാ പറയാ, ആ ഫ്രേസിനകത്ത് അത് നല്ലോണം അറിയുന്നുണ്ട്. അത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ഐ എം സോ ടയേർഡ്. ഐ മീൻ കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് നിർത്താതെയുള്ള ഓട്ടമാണ്. ഇപ്പോഴും നിന്നിട്ടില്ല, കാരണം നേരത്തെ ഉറച്ചില്ല. ബിക്കോസ് ദ ക്രിയേറ്റീവ് ടീം റിലീസായി കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞു, അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നവർക്ക് അവരുടെ ജോലി കഴിഞ്ഞു, പിന്നെ കുറച്ച് പ്രൊമോഷൻ കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. നമുക്കിവിടെ അവസാനിക്കുന്നില്ല. നമ്മൾക്ക് ദ എൻറ്റയർ തിയേറ്ററിക്കൽ റൺ ഹാസ് ടു ഫിനിഷ് ആൻഡ് ദെൻ ലൈസൻസിങ്, ഇറ്റ് ഹാസ് ടു ബി സോൾഡ് ഓൺ ആൻ OTT പ്ലാറ്റ്ഫോം, സാറ്റലൈറ്റ്, പിന്നെ അതിൻ്റെ കണ്ടന്റ് കൊടുക്കൽ, അതിൻ്റെ കണ്ടന്റ് കൊടുത്തിട്ട് അവരുടേതായ ചില മാർക്കറ്റിംഗ് പർപ്പസസ് ഉണ്ട്. ലോങ് പ്രൊസീജിയർ. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഇപ്പം നമ്മുടെ ലൈഫ്, ഒരു പ്രൊഡ്യൂസറിൻ്റെ ലൈഫ് തുടങ്ങുന്നത്, സിനിമ തുടങ്ങുന്നതിന് 6 മാസം മുമ്പേ തുടങ്ങും. ബിക്കോസ് പ്രീ പ്രൊഡക്ഷൻ, ലൊക്കേഷൻ സ്കൗട്ടിങ്, കാസ്റ്റിംഗ്, കോസ്റ്റിംഗ്, ആർട്ട് പർച്ചേസസ്, മേക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ പിന്നെ ഷൂട്ടിൻ്റെ ഇടയിലുള്ള എവറി ഡേസ് പ്രോബ്ലം സോൾവിങ്. ഇപ്പൊ പ്രോബ്ലം സോൾവിങ് ആണ് ഒരു സൈഡിൽ നടക്കുമ്പോൾ, ഒരു സൈഡിൽ ആക്ടിങ് കൂടെ ഉള്ളപ്പം ഭയങ്കര രസമാണ്. ആ കോസ്റ്റ്യൂം ഇട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. സർ, ഹൗ മച്ച് യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? കാരണം എന്നാന്ന് വെച്ചാൽ you have to be an actor at the same time you are a producer, അല്ലേ? അയ്യോ, അത് ഇത്രയും നാൾ ഞാനത് എൻജോയ് ചെയ്തിരുന്നു. പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ ചോദിക്കായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ നല്ല കാര്യമല്ലേ, ഒരു 10 ലക്ഷം രൂപ ലാഭിക്കുകയും ചെയ്യാം, സെറ്റിലുണ്ട് താനും, അപ്പം നമുക്ക് ഇത്. പക്ഷെ ആദ്യമായിട്ടാണ് ഇതൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയത് ഈ ആടിലായിരുന്നു. കാരണം ഇറ്റ് വാസ് ടഫ്, ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് എ സ്മോൾ ഫിലിം, ഇറ്റ് വാസ് എ വെരി വെരി ബിഗ് ഫിലിം. മലയാളത്തിലെ ഒരു 4 ടോപ്പ് ബഡ്ജറ്റ് ഫിലിംസ് എടുക്കുകയാണെങ്കിൽ അതിലുണ്ട് ഇത് ആട്. അപ്പോൾ ഈ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ മെയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. മെയിൽ നല്ല പൊരി വെയിലാണ്. ആടിന് എന്നും മഴ ഒരു ലക്കാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു 500 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ സീനാണ്, ഇഫ് യു വാച്ച് ദ ഫിലിം. ഞാനിങ്ങനെ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നിട്ട് അതാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് ചെയ്യുന്നത്. അപ്പം ഒരു 1/2 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞ് മഴ അങ്ങോട്ട് തുടങ്ങി. ബ്ലെസ്സിങ് ഫ്രം ദ നേച്ചർ. ബട്ട് ഈ 500 പേർക്ക് ഓടി വെക്കാനുള്ള ഒരു ഷെഡ് ഞങ്ങൾ മെയ് 15 മഴ വരുമെന്ന് ഒരു വെതർ റിപ്പോർട്ടിലും പറഞ്ഞില്ല. അത് മാത്രല്ല, ഇതൊക്കെ ഇവര് നനഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് ഡ്രൈ ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 2 മണിക്കൂർ ഷൂട്ടായി പോയി, ഫ്ലോറും നനഞ്ഞു, മൊത്തത്തിൽ നനഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു കോസ്റ്റ്യൂമിൽ ഇട്ടിരുന്നു ഞാൻ പ്രോബ്ലം സോൾവ്. മറ്റേ ഇത് കൊണ്ടുവരാൻ പറയണോ അങ്ങനെ പല 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 കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് പല ജൂനിയറായിട്ട് ഫസ്റ്റ് ഡേയുടെ കാര്യമാണ് പറയണത് കേട്ടോ. അപ്പം സണ്ണി വെയിൻ വന്നു, പുറകിൽ 4-5 ഫോറിനേഴ്സൊക്കെ നിന്ന് 2-3 പേര് കമ്മിറ്റ് ആയി. അപ്പോൾ ഈ ഫോറിനേഴ്സിന്റെ റൂൾ എന്ന് പറയുന്നത്, ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതൊരു ഏജൻസിക്ക് കൊടുക്കും. അവര് ഇവരുടെ പേപ്പേഴ്സ് ചെക്ക് ചെയ്യണം, അവർക്ക് ആധാറുണ്ടോ അതുണ്ടോ ഇതെല്ലാം അവരാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്, നമ്മൾ ഈ പേപ്പേഴ്സ് വാങ്ങിച്ച് ഒരു ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ ഹോട്ടലുകാർക്ക് ഇത് കൊടുക്കണം. ഹോട്ടലുകാർ ഇത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം. അവർ നാച്ചുറലായിട്ട് പ്രോസസ്സ് കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞു, വൈകുന്നേരം ഒരു 4 മണിയായി. ഇനി ഇതുണ്ട്, ഒരു പോലീസ് ജീപ്പ് വന്നു, അതിലൊരുത്തനെ പിടിച്ചോണ്ടൊക്കെ പോയി. അത് നേരെ സണ്ണി വെയിൻ്റെ ബാക്കിൽ നിന്ന് അവനെ കമ്മിറ്റായി. അപ്പൊ ഡയറക്ടർ പറഞ്ഞു, അയാൾ അവിടെ പിടിച്ചോണ്ട് അടുത്ത ഷോട്ട്. അയാളെ പോലീസ് തപ്പിക്കൊണ്ടിരുന്ന ഓവർസ്റ്റേ ആയിരുന്നു. അയാള് പോയി. പക്ഷെ ആ ഷോട്ടിൽ നമ്മൾ കാണുകയാണെങ്കിൽ ആദ്യം നിന്നവനായിരിക്കില്ല, ഒന്നും കൂടെ ഒന്ന് വെളുപ്പിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ നിർത്തിയിരിക്കണേ. അന്ന് തൊട്ട് തുടങ്ങിയ ഞാൻ പറഞ്ഞു നല്ല തുടക്കം. പക്ഷെ ഇറ്റ് വാസ്, അതായത് ഹ്യൂജ് സക്സസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഓൾസോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഓഡിയൻസ്. അതായത് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ കളക്ഷനുകളിൽ ഒന്നായി മാറി. അതായത് 3rd or 4th ആയി മാറി ആട്. ആൻഡ് ദാറ്റ് അത് ആക്ച്വലി ഇത് നമ്മുടെ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അത് കാരണം ഇപ്പോ അത് കഴിഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങി, ഇപ്പൊ പ്രതിച്ഛായ ഇറങ്ങി, അതിനുശേഷം വാഴ ഇറങ്ങി, ഇനിയും പടങ്ങൾ ഒന്നൊന്നായിട്ട്. ഇത്രയും ടെൻഷൻ പിടിച്ച് ഈ പടം ഇത്രയും സക്സസ് ആയിരുന്നു. വൺസ് അഗൈൻ ഹാർട്ടി കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. ഇനി വാഴ 2 സത്യമേ പറയാവുള്ളൂ. സത്യം പറയാം. ഈ കുഞ്ഞുനാളിൽ വല്ലതും സാറുമാരുടെ അടി കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ. അതിന്റെ പ്രതികാരമാണ് വാഴ കണ്ടത് ഞങ്ങൾ. എന്നാ റഫ് ക്യാരക്ടർ ആയത്.
അത് ഞാനും ആലോചിച്ചു. ഞാൻ സത്യത്തിന്റെ കഥ കേൾക്കാതെ പോയത്. ആ, അപ്പൊ ഈ ആടിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന, ഞാൻ ആ മറ്റേ tension. വറീത് മാപ്പിള ആയിട്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് ബ്രേക്കിൽ. അപ്പം ബിപിൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡയറക്ടറാണ്. അപ്പൊ എൻ്റെ അടുത്താണ്, ചേട്ടാ ഒരു മാഷാണ്, പക്ഷെ നല്ല തെറിവിളി കിട്ടാൻ സാധ്യതയുള്ള ഒരു റോളാണ്, നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. അല്ലല്ല ചേട്ടൻ ചെയ്തേ പറ്റും, നമുക്ക് ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാം, സ്കൂളാണ്. അപ്പം എന്നെ മാറുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡേറ്റ്സ് ഉണ്ട്, വെറുതെ ഇരിക്കും. അപ്പം ഇതിൽ നിന്നൊരു ബ്രേക്കും ആവും. അങ്ങനെ അവിടെ ചെന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫോണിൽ കൂടെ എന്നെ ഒരു 5 മിനിറ്റ് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നിട്ടാണ് എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു മാനേജ്. പക്ഷേ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നാനുള്ളൊരു കാര്യം, അതായത് മുണ്ടുടുക്കാം. എന്നെ സാധാരണ ആളുകൾ വിളിക്കുന്നത് ഈ ഫുൾ മറ്റേ കോർപ്പറേറ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് പരിപാടി, കോർപ്പറേറ്റ് ആയിട്ടുള്ള അത്യാവശ്യം 2 ഇംഗ്ലീഷൊക്കെ പറയണമെങ്കിൽ വിളിക്കും. അപ്പം മുണ്ടെടുത്ത് അധികം സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ മുറുക്കാൻ, ഹായ്, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ഐറ്റം. അപ്പൊ അതാണ് എന്നെ അതിനകത്തോട്ട് അട്രാക്ട് ചെയ്തത്. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇച്ചിരി പരിപാടിയുണ്ട്. അപ്പം നാച്ചുറലി നമുക്കൊരു കോർപ്പറേറ്റ് ഇരുന്നുകൊണ്ടൊരു ദേഷ്യവും വരുമല്ലോ. അപ്പൊ അതിൽ പിടിച്ചു. പിന്നെ ആ പിള്ളേരൊക്കെ ഞാൻ ഇങ്ങനെ ബെഞ്ചിലടിക്കുമ്പോൾ ഞെട്ടുന്നത് സത്യത്തിൽ ഞെട്ടുന്നതാ. ആക്ച്വലി ആ പിള്ളേരുമായിട്ട് അത്ര മിങ്കിൾ ചെയ്തില്ല അല്ലേ? ഇല്ല, അവർക്ക് എന്നെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു ഇച്ചിരി നമ്മൾ ഇട കൊടുത്ത് അല്ല അല്ലെ പിന്നെ ഇങ്ങനെ ഒറ്റയടിക്ക് അടിക്കുമ്പോഴത്തേനില്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വാഴ 1 കണ്ടതാണ്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഒരു പാരലൽ വേൾഡ്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പാരലൽ വേൾഡ് ഉണ്ടെന്നും അവിടെ സൂപ്പർ സ്റ്റാർസ് ഉണ്ടെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇവരുടെ ഒന്നും പേരുകൾ നമുക്ക് വ്യക്തമായിട്ട് എനിക്കറിയില്ല. വാഴ 1 കണ്ടു. അപ്പൊ അതില് ഇപ്പൊ മോനുമായിട്ടിരുന്ന് കണ്ടപ്പോ ദേ ഹാഷിർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോൾ 4-5 പേരുണ്ട്. ഇതിൽ ഏതാണ് കിട്ടുന്നില്ല. ശരി, ഹാഷിർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വാഴ 2 ബിബിൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആരാ അത് ഹാഷിറാണ്. അപ്പൊ എനിക്ക് ഓക്കെ പുതിയ പിന്നെ കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി. അപ്പൊ വേറെ ചേട്ടനും അജു. പിന്നെ അപ്പൊ നമ്മളാണ് അതിൽ സീനിയർ മോസ്റ്റ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ സ്കൂൾ അസംബ്ലിയാണ് എടുക്കുന്നത്. അപ്പം അവിടെ പിള്ളേരെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കണ്ടപ്പം കുറച്ച് പിള്ളേർ ഓടി വന്നു. അപ്പോഴത്തേക്ക് ആ പ്രൊഡക്ഷൻ പേടിപ്പിച്ചു. അപ്പൊ ഞാൻ പാവം പിള്ളേർ അവർ നിന്നോട്ടെ, നമ്മള് കുറെ 10 പടങ്ങളിൽ അഭിനയിച്ചോണ്ടല്ലേ അവർ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനും അജുവും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ പിള്ളേരെല്ലാം കൂടെ ഒരൊറ്റ ഓട്ടം, ബഹളം. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കുന്ന ആര് വന്ന്, നീ ആരും ലാലട്ടോ നമുക്കെല്ലാം വന്നോ. അങ്ങനെ നോക്കുമ്പോ ഹാഷിർ വന്നിരിക്കുകയാണ്. ഇവരെ കൺട്രോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല. ഇവര് പോകുന്നു ഹാഷിർ എന്ന് പറഞ്ഞു മറ്റേ ഫോട്ടോ എടുക്കുന്നു പോകണം. അപ്പൊ അജു എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, ചേട്ടാ എനിക്ക് മാത്രം തോന്നിയതാണോ ചേട്ടനും തോന്നിയോ? ഞാൻ പറഞ്ഞു എനിക്കും തോന്നി. അപ്പൊ ഞാൻ ഈ ആഷിർ എന്ന് പറഞ്ഞ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. എന്നിട്ട് ഞാൻ പതുക്കെ സോഷ്യൽ മീഡിയയിലൊന്ന് നോക്കി. അടുത്ത് വന്നാ മിണ്ടണല്ലോ. 2 മില്യൺ. അപ്പം നമ്മള് പറയണ്ട. പിന്നെയാണ് ഇവരായിട്ടൊക്കെ കമ്പനി ആവുന്നതും. വളരെ പാവം പിള്ളേരാണ്, വെരി നൈസ് ബോയ്സ് ആണ്, വെൽ ബിഹേവ്ഡ് ആണ്. ശരിക്കും സാറിന് പ്രൊഡ്യൂസർ ആണോ ആവാനായിരുന്നു ഇഷ്ടം, ആക്ടർ ആവാനായിരുന്നു? അതെന്താ വെച്ചാല് ചാനലിൽ ആയിരുന്നല്ലോ നമ്മൾ. അപ്പൊ അത്യാവശ്യം 5 ഡിജിറ്റ് സാലറി ഉണ്ട് എനിക്ക്. വൺ ഓഫ് ദ ഹൈയസ്റ്റ് പെയ്ഡ് എക്സിക്യൂട്ടീവ്സ് ഇൻ കേരള എന്ന് വേണമെങ്കിൽ പറയാം. അറ്റ് ഡീസന്റ് ഏജ്. അപ്പൊ അവിടെ നിന്ന് സിനിമയിലേക്ക് വരാൻ തീരുമാനിച്ചു. ആക്ടിംഗ് ആണ് ഓഫർ ആദ്യം വന്നത്. അപ്പൊ ഉള്ളിലുണ്ടായിരുന്നോ? ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഈ വീക്കെൻഡില് സിനിമയിൽ അഭിനയിക്കാൻ പോകും, 1-2 സിനിമയിൽ. അങ്ങനെയാണ് 22 ഫീമെയിൽ കോട്ടയത്തില്. അങ്ങോട്ട് ചോദിച്ചാണോ? അതെന്താ വെച്ചാല് അത് ഫ്രണ്ട്സ് ആയിരുന്നു അവരൊക്കെ. അപ്പൊ ഐ വാസ് പാർട്ട് ഓഫ് കൺസീവിംഗ് ദാറ്റ് പ്രോജക്ട്. അപ്പം അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യുമെന്ന് ചോദിക്കുന്നു, അത് ചെയ്യുന്നു. 3 കിങ്സിലാണ് ആദ്യം. 3 കിങ്സിൽ VKP ആ സിനിമ കഥ പറയുന്നു, ആ സിനിമയുടെ റൈറ്റ്സ് വാങ്ങിക്കുന്നു. അങ്ങനെ VKP എനിക്കറിയാം. അപ്പോൾ VKP പറഞ്ഞു ഇതിനകത്തൊരു ചാനലുണ്ട്, അതായത് ഇതിനകത്ത് ലാസ്റ്റ് ഒരു റിയാലിറ്റി ഷോ ആണ്, അത് ഞങ്ങൾ സൂര്യ TV ആയിട്ട് കാണിച്ചോട്ടെ. അപ്പം ഞാൻ അതിൻ്റെ പെർമിഷൻ എടുത്തു. ഓക്കെ ഫൈൻ. അപ്പം അതിലൊരു VP വരണം. അപ്പം അത് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ
ആ പെർമിഷൻ എടുത്തു. അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് ക്യാമറയ്ക്ക് മുമ്പിൽ ക്യാമറ വരുന്നത്. ഫേസിംഗ്. അപ്പൊ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടാണ് അത് ആഷിക്ക് കണ്ടിട്ടാണ് ആ ക്യാരക്ടർ ഒരു സീൻ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഒരു സീൻ ചെയ്തു. അങ്ങനെ അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് ഞാൻ ക്ലീൻ ഷേവൺ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇച്ചിരി തടിച്ചിട്ട് ഒരു ബോംബെന്ന് വന്നതിൻ്റെ ഒരു ബോംബെ എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ലാൽ ജോസ് സാറിന് ആ സിനിമയിൽ ഒരു നോർത്ത് ഇന്ത്യൻ SP വേണമായിരുന്നു. അപ്പം അങ്ങനെ ആരോ പറഞ്ഞു ഇങ്ങനെ വിജയ് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിൽ പോയിട്ട് SP ക്യാരക്ടർ ചെയ്യുന്നത്. അന്ന് ജോമോൻ ആണ് ക്യാമറ ചെയ്തത്. അപ്പം അതിന് 2 ദിവസം മുമ്പ് കണ്ടാണ് ഇവർ നീനയുടെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പം ക്യാമറയിലൂടെ നോക്കിയിട്ട് ജോമോൻ പറഞ്ഞു അത്രേ, നമുക്ക് ഇതുപോലെ ഒരാളല്ലേ മറ്റേ ക്യാരക്ടറിൽ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ലാൽ ജോസ് സാറും പറഞ്ഞു ഇതുപോലെ ഒരാൾ, ഇവനും അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ ലാൽ ജോസ് സാറെ വിളിച്ചിട്ട് പറയണത്, നിനക്ക് എൻ്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന്. നമ്മളെന്ന് പറയില്ലല്ലോ. ഞാൻ പറഞ്ഞു നായകനോ, അത് കൊള്ളാം. അത് ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് വരും. നമ്മൾ ഈ ചാനലിൽ കുറേ ചെയ്ത് കഴിയുമ്പോൾ അതായത് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തായാലും ഒരു പെർമിഷൻ തരില്ല. അപ്പൊ റിസൈൻ ചെയ്താൽ എന്ത് ചെയ്യും? അഭിനയോ പാളിയ എന്ത് ചെയ്യും? എന്റെ സാലറി അതും പോയി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു പ്രൊഡക്ഷനും കൂടെ പാരലലി പിടിച്ചാൽ നമുക്ക് എന്തായാലും അറിയാവുന്ന പണിയായി. സ്മോൾ സ്ക്രീനിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ, അത് ബിഗ് സ്ക്രീനിലേക്ക് അപ്ലൈ ചെയ്താൽ പോരെ. ഇതിന്റെ ഹെഡ്സ് എല്ലാം സെയിം തന്നെയാണല്ലോ. എങ്ങനെ സാറിന്റെ ബാനർ ഫ്രൈഡേ മൂവീസ്, അത് ഫ്രൈഡേ എനിക്ക് ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴും ആ പേര് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ അല്ലേ, അവധി ആലോചിച്ചിട്ടാണല്ലേ. ഫ്രൈഡേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്ന്. പിന്നെ സിനിമയിലേക്ക് വരുമ്പോ വൺ ഫ്രൈഡേ ഫ്രൈഡേ ആണല്ലോ റിലീസ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം കൂടെ ഒത്തു വന്നു. ഞാൻ ചോദിക്കുവായിരുന്നു സാറിന് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടോ. അല്ല, അത് സിനിമ റിലീസ് ചെയ്യുന്നത് ഫ്രൈഡേ ആയതുകൊണ്ടാണ് ആ ഫ്രൈഡേ. ഞാൻ അത് വിചാരിച്ചു, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഫ്രൈഡേ. എനിക്ക് ഫ്രൈഡേ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഫ്രൈഡേ ഞങ്ങളുടെ സ്കൂളിൽ കളർ ഡ്രസ് ഇടാം. ഇതൊക്കെയാണ് കയ്യിൽ വന്നത്. ഓക്കെ, പുതിയ കുട്ടികൾക്ക് സാർ ഒരുപാട് ചാൻസസ് കൊടുക്കുന്നുണ്ട്, അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറെ പേര് പറയുന്നു അങ്ങനെ വേണ്ട, കൊടുക്കാൻ പറ്റില്ല, അവർക്ക് പറ്റിയതല്ല ഇങ്ങനെയെന്ന് പറയുന്നു. What is your opinion? അല്ല, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉള്ള സ്ഥലമാണ് കേരളത്തിൽ. ഇപ്പം നമുക്ക് ബേസിക്കലി നമുക്കറിയാം, ഈ പണി അറിയാം. ഞാൻ വേറൊരു എന്റർടൈൻമെന്റിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഐ ആം ഓക്കെ ടു ബി വർക്കിംഗ് വിത്ത് ദം. ഐ ക്യാൻ ഗെറ്റ് ദ ഔട്ട്പുട്ട് ഫ്രം ദം. ചിലപ്പോൾ വേറൊരു പ്രൊഡ്യൂസറിന് അവരുടെ സെക്കൻഡറി ബിസിനസ് ആയിരിക്കാം ഈ സിനിമ എന്ന് പറയുന്നത്. അവരുടെ പ്രൈമറി ബിസിനസ് വേറെ, ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഹോട്ടൽ ബിസിനസ് ആയിരിക്കാം. അപ്പൊ അവർക്ക് ഒരു എസ്റ്റാബ്ലിഷ് ഡയറക്ടറിലേക്ക് പോകുന്നതാണ് സേഫ് സോൺ. കാരണം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടണ്ട. ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഐഡിയാസും കൂടെ ഇതിലേക്ക് വരണം എന്ന്. ഇപ്പൊ ഞാൻ ഷാജി സാറിനോട് വന്നിട്ട് ഇത് ഇങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാം ഈ സീൻ വേണ്ട, ഈ സീൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? ബിക്കോസ് നമ്മളെക്കാട്ടി സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷെ അതെനിക്ക് ഇവരോട് ഡിബേറ്റ് ചെയ്യാം, എനിക്ക് ന്യൂ കമേഴ്സിനോട് ഇത് ഡിബേറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു ന്യൂ കമർ വരുമ്പോൾ എനിക്ക് ആ കോൺസെപ്റ്റ് വർക്കാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്തൊരു സെൻസ് ഉണ്ടെങ്കിൽ, ഞാൻ അവരോട് ചോദിക്കും, യു ടെൽ മീ ഓപ്പൺലി വാട്ട് ഇസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് ഐ വിൽ ഫിൽ ദാറ്റ്. ഞാൻ ആ വീക്ക്നെസ് ഐ സപ്പോർട്ട് ദം. എൻ്റെ അടുത്ത് പറയണം. ബിക്കോസ് ചിലവർ പറയും, സർ എനിക്ക് എൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം, ഐ ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട് ഓഫ് ദ ആക്ടർ. ബട്ട് എനിക്ക് ഷോട്ട് വെക്കാനായിട്ടുള്ള ഞാനത് പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I will give them a good associate who will control the set, and I will give them a senior cameraman. The one and only thing, they have to open with you. They have to be open. അല്ലാതെ സെറ്റിൽ വന്നിട്ട് എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ അങ്ങനെ കുഴപ്പം പിടിച്ചവർ കൊണ്ട് മനസ്സിലായി പറയും. അത് പിന്നെ നമുക്ക് അത് മനസ്സിലാക്കി അവർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ആ പ്രോസസ്സ് സിനിമ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തുടങ്ങണം. അപ്പൊ ആ പ്രോസസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ല സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാവും. കേപ്പബിൾ ആയതുകൊണ്ടായിരിക്കുമല്ലോ അവൻ ആ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്നത്. പിന്നെ അതവർ നറേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കുറേയൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ പറയാം, അങ്ങനെ അത് ആഡ് ഓൺ ചെയ്ത് അതിനെ ഒരു ടീമാക്കി ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദം എന്നുള്ളതാണ്. ഒരു 3-4 days ഷൂട്ട്. ഐ ഫിൽട്ടർ
ആൻഡ് അതുകൊണ്ടാണ് ഞാൻ 16 ന്യൂ കമ്മർ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളത്തിലെ ടോപ്പ് യങ്സ്റ്റർ ഡയറക്ടേഴ്സിൽ അതിൽ 5-6 പേരുണ്ട്. മിഥുൻ മാനുവൽ തോമസ്, റോജൻ തോമസ്, വിപിൻ ദാസ്, അഹമ്മദ് കബീർ. കുറെ പേര് ഇങ്ങനെ തർക്കിക്കുന്നുണ്ട് ബിക്കോസ് ഐ ഡോണ്ട് ഗീവ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ന്യൂ കമേഴ്സ് ബിക്കോസ് ആ ടെൻഷൻ എടുക്കാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ അവരുടെ സാറിന് മനസ്സിലാവുന്ന റിസ്ക് എങ്ങനെയാണ്? ഹൗ യു ടേക്ക് ദാറ്റ് റിസ്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ എനിക്കത് റിസ്ക് ആയിട്ട് ബിക്കോസ് എനിക്കറിയാവുന്ന ജോലിയാണ്. നമുക്ക് ആ പ്രോസസ് 4 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം ആ പ്രോസസ്സിൽ നമ്മളവിടെ ഉണ്ട്. എനിക്കതൊരു റിസ്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, ബിക്കോസ് എന്റെ ഏറ്റവും വലിയ ഹിറ്റുകളെല്ലാം തന്നിരിക്കുന്ന ന്യൂ കമേഴ്സ് തന്നെയാണ്. ഞാൻ മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ റോജൻ തോമസിന് 21 വയസ്സേ ഉള്ളൂ. എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. But that was a super hit film because I knew that he had പണി അറിയാം എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം വിപിൻ മുദ്ഗ ചെയ്യുമ്പോഴും മിഥുൻ മാനുവൽ തോമസ് ആട് ചെയ്യുമ്പോഴും അഹമ്മദ് ജൂൺ ചെയ്യുമ്പോഴും ഒക്കെ അവരെല്ലാം 26, 25, 26 വയസ്സ്, 27 വയസ്സ്, അതിൽ കൊള്ളൊന്നും ആർക്കും ഇല്ല. That means you have contributed a lot of talents in I mean and actors. I mean അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമയിൽ 110-120 പേരാണ് ഉള്ളത്. ഇപ്പം വാഴ, അപ്പൊ അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ. അത് കൊമേഴ്ഷ്യൽ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അവർ ചിലർ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് കൊമേഴ്ഷ്യലി വിൽക്കാൻ പറ്റത്തില്ല, ബിസിനസ് ആവത്തില്ല. ഇഫ് യു ടേക്ക് എ ന്യൂ കമർ, അപ്പൊ അതൊരു റിസ്ക് അല്ലേ? അങ്ങനെ ഞാൻ എടുക്കാൻ തയ്യാറായിരിക്കില്ല. അത് എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് കണ്ടന്റ് ഫിലിംസ് ആണ് കൂടുതൽ ചെയ്തോണ്ടിരുന്നത്. നമ്മൾ ആദ്യം അങ്ങനെ റിസ്ക് എടുത്തു, അത് വർക്കായി, ചാനലിലും വർക്കായി. രണ്ടാമത് ചെയ്തു, വർക്കായി, ചാനലിൽ വർക്കായി. അപ്പം നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വലിയ ആന ബഡ്ജറ്റുള്ള സിനിമകളുമായിട്ടോ അല്ല പോകുന്നത്. അപ്പം നമ്മൾ പറയുന്നു നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പം മങ്കിപ്പൻ തന്നു, അടികപ്പേരെ കുട്ടുമണി കൊടുക്കുന്നു, അത് കഴിയുമ്പോൾ ആട് ചാനലിൽ വർക്കാവുന്നു. അങ്ങനെ വരുമ്പോൾ ദേ വിൽ trust us. They trust our judgment, they'll trust the content and കുറച്ച് ബാക്കിംഗ് നമുക്ക് കിട്ടും. അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ആ ഗിവ് ആൻഡ് ടേക്കിൽ നമുക്ക് ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ അങ്ങനെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഫിലിമിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അപ്പൊ ഒരു OTT ഒക്കെ മാറിയ സ്ഥിതിക്ക് ഹൗ യു പിച്ച് ഫിലിം കൊമേഴ്ഷ്യൽ ആക്കാൻ വേണ്ടി? അല്ല, ഇപ്പൊ പിച്ചിങ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. യു ഷോ ദ ഫിലിം ടു ദം. അത്രേ ഉള്ളൂ. ബാക്കി ഫോർമാലിറ്റീസ് ഒന്നുമില്ല. there is no pre-buying. there is no pre-selling. അപ്പൊ ഇപ്പം നേരത്തെ അത് അപ്പം സോ ഈസി ആയി കമ്പാരിറ്റീവ്ലി. ഈസി എന്നല്ല, ഇപ്പൊ റിസ്ക് കൂടിയിട്ടുണ്ട്. ഇപ്പൊ now it has to work in the box office. അല്ലാത്ത സിനിമകള് ത്രോ അവേ പ്രൈസ് ആഫ്റ്റർ ബൾക്ക് ബൈയിങ് അതിൻ്റെയൊക്കെ ഭാഗമായി പോകും. അതുകൊണ്ട് യു ഹാവ് ടു ഷോ ദ ഫിലിം ആൻഡ് എന്തെങ്കിലും റിസ്ക് എലമെന്റ് ചാനലിന്റെ ഭാഗത്തുനിന്ന് തോന്നിയാൽ അവർ ബോക്സ് ഓഫീസിൽ ഇറങ്ങട്ടെ എന്ന് പറയും. അങ്ങനെയാണ്. ഇപ്പൊ there is no pre-sales happening. സാറിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ when you came to industry and where you are standing now. What the experience was? I mean especially അത് നമ്മൾ പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത് ACBC പോലെ ഇൻഡസ്ട്രിയിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ഭയങ്കരമായ ചേഞ്ച്. അതായത് എന്താ പറയുക, ഒരു സ്മോൾ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ നോർമൽ ഹൗസ് ഹോൾഡ് ഇൻ സ്മോളർ ടൗൺ, വില്ലേജ് ഇല്ല, ടൗൺ പോലും ഒരു ഇന്റർനാഷണൽ കണ്ടന്റിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഹൗസ് വൈഫ് പോലും when your son sits and watch a series, you are forced to watch it in a single TV home. അല്ലേ? കിച്ചണിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മളൊന്ന് എത്തി നോക്കും, കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അവരില്ലാത്തപ്പോൾ ചിലപ്പോൾ യു വിൽ സ്റ്റാർട്ട് വാച്ചിങ് സീരീസ്, അല്ലേ? അങ്ങനെ ഇപ്പൊ കോവിഡ് സമയത്ത് ബിക്കോസ് ഓഫ് ദ OTT growth of the OTT nowadays, even my mom can watch a series in Malayalam. അല്ലേ? അപ്പൊ ആ മലയാളത്തിൽ കാണുമ്പോ ആ ക്വാളിറ്റിയിലേക്കാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ മോണിറ്റർ ചെയ്യാണ്. എന്റെ അമ്മ എന്താ പറയുന്നത്, എന്റെ സിസ്റ്റർ എന്താ പറയുന്നത്, എന്റെ മോൻ ഐ ഹിയർ ദാറ്റ്. അപ്പം ഒരു സീരീസ് കാണുമ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാ എന്ന് ചോദിക്കും. ഇത് ഭയങ്കര രസമായി, ഈ ജോണർ ഇത് കണ്ട ഇങ്ങനെ ഒരു സാധനം എടുത്തൂടെ. അപ്പൊ അത് അവരുടെ തോട്ട് മാറുകയാണ്, അവർ ഇഷ്ടപ്പെടുന്ന ജോണേഴ്സ് മാറുകയാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നോർമൽ സാധനമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു വർക്കാവില്ല. ഓടണം. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ജനറേഷൻ നെക്സ്റ്റ് എന്ന് പറയുന്ന അവര് സംസാരിക്കുന്ന ഭാഷ ഡിഫറെന്റ് ആണ്, അവർ യൂസ് ചെയ്യുന്ന ജാർഗൻസ് ഡിഫറെന്റ് ആണ്. നമുക്കൊന്നും ചില വേർഡുകൾ മനസ്സിലാവുകയില്ല. സ്കിബിഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ? ഇല്ല. ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞ ആളോട് ഞാൻ കബഡി കേട്ടിട്ടുണ്ട്, സ്കിബിഡി ഞാൻ അതെ. അപ്പം ഈ പടക്കളം എന്ന് പറഞ്ഞ സിനിമ ഒരു യങ് ടീമാണ് ചെയ്തത്. ഈ സ്ക്രിപ്റ്റ് വന്നപ്പോ ഇങ്ങനെ പല ജാർഗൻസ് ഉണ്ടായിരുന്നു. ഞാൻ മോനോട് ചോദിച്ചത് മനസ്സിലാക്കും. ഓക്കെ, നമ്മള് ഇത് മനസ്സിലാക്കണം,
ഇവർ ഇഷ്ടപ്പെടുന്ന ജാഗൻസ് മനസ്സിലാക്കണം, ഇവർ ഇഷ്ടപ്പെടുന്ന ഇവരുടെ കോമഡി എന്താണെന്ന് ഇവർ ഏത് ടൈപ്പ് ഇവരുടെ കോമഡി എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ആട്, ഞങ്ങളിത് ഒരുപാട് ഡിബേറ്റ് ചെയ്തതാണ്. ആട് എന്ന് പറയുന്ന സിനിമ ഇന്ന് യങ്സ്റ്റേഴ്സ് ആണ് ഒരു പടം, ഒരു സിനിമ ഹിറ്റാണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ ഞങ്ങള് ആട് 2 ജോണർ ഷിഫ്റ്റ് നടത്താനുള്ള റീസൺ തന്നെയാണ്. നമ്മളിത് ഒരുപാട് ഡിബേറ്റ്, ഇപ്പം ആട് 2 പോലെ തന്നെ ആട് 3 ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഡിബേറ്റ് ചെയ്യാം. ചിലവർ പറയും നമ്മൾ ആട് 2 ഒരുപാട് ചിരിച്ചു, പക്ഷെ ആട് 3 വരുമ്പോൾ ഞങ്ങൾക്ക് വർക്കായില്ല. സത്യമായിരിക്കും. കാരണം നമ്മൾ അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം അതുപോലെ ആയിരുന്നു എടുത്തിരുന്നെങ്കിൽ യങ്സ്റ്റേഴ്സ് ചളി എന്ന് പറഞ്ഞാൽ എന്നെ തള്ളിയനെ. അന്ന് ആട് 1 ഇറങ്ങിയപ്പോൾ 5 വയസ്സുണ്ടായിരുന്ന കുട്ടിക്ക് 15 വയസ്സാണ്. അന്ന് 10 വയസ്സുണ്ടായിരുന്ന കുട്ടിക്ക് 20 വയസ്സ്. അപ്പൊ അവര് നാളെ അവരാണ് നമ്മൾ അവരുടെ കൂടെ ഗ്രോ ചെയ്യണം, അവരുടെ ജോണറിലേക്ക്. അപ്പം ഞങ്ങൾക്ക് ആ ജോണർ ഷിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഈ ലെങ്ത് എടുക്കുന്നതും, അവിടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ്, അത് റിസ്ക് എലമെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ അതിൽ നിന്ന് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന 4 ഞങ്ങൾ സേഫ് ആണ്. കാരണം അവർക്ക് വേണ്ട ഹ്യൂമറുകൾ, അതായത് നമ്മൾ ടൈം ട്രാവൽ നടത്തി. അതായത് ഒരു മുഴം മുന്നേ നമ്മൾ ടൈം ട്രാവൽ നടത്തി. ഇനി വരാൻ പോകുന്നത് വേറെ ഐറ്റംസ് ആണ്. അപ്പോ അതിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു ഇത്. ഇവിടെ നമ്മളത് സർവൈവ് ചെയ്തു. ഇനി നമുക്ക് അവരുടെ ജോണിലേക്ക് നമ്മൾ കയറി. ഇനി ഞങ്ങൾ കാണിച്ചു തരാം. അതാണ്. അപ്പം അങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമ്മൾ ഒന്ന് ഉറങ്ങിപ്പോയാൽ മാറിപ്പോകും. Now I can understand the success behind the Friday movies. ആരുടെ തലയാ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് I could understand from your sentence now, sir. Very calculated. എന്താ പറയാ, ഇത്രയും ഒരു സക്സസ് ഫിലിം നടക്കുമ്പോഴത്തേക്ക് I should treat you something like good, അല്ലേ? We'll go to the dining table. Okay, come sir. This is something special without any masalas. ഒരു മട്ടൻ കറി. മൂവി ഹിറ്റ് ആകുമ്പോൾ ഞാനും അയ്യോ പിന്നെ ഇനി നാട്ടുകാർ ഇനി പറയരുത് പടം ഹിറ്റായിട്ട് ഞാൻ അതിനൊക്കെ ഒന്ന് കറിയാക്കുന്നു. നോ നെവർ. ബട്ട് സ്റ്റിൽ ഐ ഷുഡ് സെലിബ്രേറ്റ് ദിസ്, അല്ലേ? എന്റെ ഫേവറേറ്റ് ആണ് മട്ടൻ. ഓക്കെ. സോ ഇപ്പൊ റിലീസ് ആകുമ്പോൾ, ഇപ്പൊ ഫിലിംസ് ഒക്കെ റിലീസ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയാസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും റിവ്യൂസും വരുന്നത്. സോ ഹൗ യു സപ്പോർട്ട് ദം? No, we can't support them. But still your എന്താ പറയാ സാറിന്റെ ഒരു ഇത് എങ്ങനെയായിരിക്കും? അല്ല, എന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഞാൻ എന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാണ്. ഐ മീൻ നമ്മൾ കൂടുതൽ കെയർഫുൾ ആവുകയാണ്. ബിക്കോസ് റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ഇപ്പൊ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കൂടുതലും ആൾക്കാർ ഒരു ഫിലിം കാണാൻ പോകണമെങ്കിൽ നമ്മൾ ആ റിവ്യൂ കേട്ടിട്ടാ പോകുന്നത്. അതിലും വിലയിരുത്താറുണ്ട്. നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഒരു ലാർജർ സെക്ഷൻ ഓഫ് ദ ഓഡിയൻസ് ഇവിടുത്തെ ടോപ്പ് റിവ്യൂസിന്റെ റിവ്യൂസിനെ മാനിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, ചില പേജുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇപ്പോഴത്തെ ഓഡിയൻസിനുണ്ട്. ഇത് ഫേക്ക് റിവ്യൂ ആണ്, ഇത് അവരുടെ തന്നെ ആൾക്കാരാണ് എന്നൊക്കെ പറയും. അപ്പം അത് ഒരു കോ എക്സിസ്റ്റ് ചെയ്യണം എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓഡിയൻസിനെ ഒരിക്കലും പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇനി എന്ത് റിവ്യൂ വന്നാലും ഒരു മോശം പടം സക്സസ് ആയ ചരിത്രവും ഇല്ല, ഒരു നല്ല പടം ഫ്ലോപ്പ് ആയ ചരിത്രവും ഇല്ല. അത് അതിൻ്റെതായ ഇത് ചെയ്യാം. അത് വേർഡ് ഓഫ് മൗത്തിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഓഡിയൻസിന്റെ വേർഡ് ഓഫ് മൗത്തിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് തന്നെ, ഈ റിവ്യൂ ചെയ്യുന്ന ആളും ഒരു മനുഷ്യനാണ്. അയാൾക്കും ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലേ? അത് എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ ഏജ് ഗ്രൂപ്പിന് ഇഷ്ടപ്പെടുന്ന ചില ജോണേഴ്സ് ഉണ്ടാവാം. അയാൾ അത് അങ്ങനെയാണ് വരിക. അതുകൊണ്ട് അതിനെ 100% ആയിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓഡിയൻസിന്റെ വേർഡ് ഓഫ് മൗത്തിനെ നമുക്ക് വിശ്വസിക്കാം. ഒരു ന്യൂ കമർ പ്രൊഡ്യൂസർ ആണെങ്കിൽ വാട്ട് ഈസ് യുവർ ഗുഡ് അഡ്വൈസ് ഫോർ ദം? ബി കെയർഫുൾ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത, ഇപ്പം ഞാനൊരു കൺസ്ട്രക്ഷൻ ബിസിനസ്സിലേക്ക് കയറാന്നിരിക്കട്ടെ, എനിക്ക് കമ്പിയുടെ സിമെന്റിന്റെ വിലയൊന്നും അറിയില്ല, അല്ലേ? അപ്പം എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യണം. അറിയാവുന്ന പറഞ്ഞാൽ എനിക്ക് അത്രയും അടുത്ത ബന്ധമുള്ളവർ ആയിരിക്കണം, മനസ്സിലായി? അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞാനത് പഠിക്കണം. ലിറ്റിൽ നോളജ് ഇസ് എ ഡേഞ്ചറസ് തിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട്, ബിക്കോസ് ഇത് അത്യാവശ്യം പൈസ ചിലവാകുന്ന ഒരു പരിപാടിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫിക്സഡ് കോസ്റ്റ് ഇല്ല.
ഇപ്പം ഞാൻ പറഞ്ഞു ഈ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ പോവുകയാണെങ്കിലും നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയ്ക്ക് പണിയാം എന്ന് നമുക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അല്ലേ. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഒരു ഫിക്സ് കോസ്റ്റ് ഒന്നിനുമില്ല. ആക്ടേഴ്സിന് ഫിക്സ് കോസ്റ്റ് ഇല്ല, ടെക്നിക്കൽ ടീമിന് ഫിക്സ് കോസ്റ്റ് ഇല്ല, പ്രമോഷന് ഫിക്സ് കോസ്റ്റ് ഇല്ല, ഒന്നിനും ഫിക്സ് കോസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഫിക്സേറ്റഡ് ഒരു ഇതില്ലാത്ത സാധനത്തിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി എക്സ്ട്രാ കോഷ്യസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രൊഡക്ഷൻ അത്ര ഈസി അല്ല. ഇത് ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ 2 ബിസിനസ്സേ ഉള്ളൂ ഒരു വർഷം പണി ചെയ്തിട്ട് ഒരു ദിവസം അതിൻ്റെ റിസൾട്ട് അറിയുന്നത്. ഒരു ദിവസമാണ്. ഒന്ന് ക്രാക്കേഴ്സാണ്, പടക്കം, ഒന്ന് സിനിമ അല്ലേ. ഒരു വർഷം ഇതിൻ്റെ പണി നടക്കും, ഒറ്റ ദിവസം കൊണ്ട് പൊട്ടി. ചിലത് നല്ല പോലെ കത്തും, ചിലത് ചീറ്റിപ്പോവും, ചിലതൊന്നും പൊക്കിയിട്ട് താഴും. പക്ഷെ ആ പ്രയത്നം എന്ത് കഷ്ടപ്പെട്ടായിരിക്കും, ഭയങ്കര കഷ്ടപ്പാടല്ലേ, ഭയങ്കര. ചില ആക്സിഡൻസ് ഉണ്ടാവും, എന്തെല്ലാം കഷ്ടമാണ്, എത്ര പേര് അതിന്റെ പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. സത്യം സർ, ദാറ്റ്സ് എ ഗുഡ് അഡ്വൈസ് സർ. ആടിന്റെ സെലിബ്രേഷൻ ഇതുവരെ ഞാൻ ചെയ്തില്ല, ബട്ട് ഐ ഹാവ് ടു ഡു ദി സെലിബ്രേഷൻ ഫോർ ഹിം അല്ലേ. അപ്പോൾ ഞാൻ ഐ വിൽ സെർവ് യു ദിസ്. ഐ ആം ഓണർഡ്. ഞാൻ അത്യാവശ്യം കുറ്റം പറയുന്ന ആളാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയാന്ന് പറയും. ഇപ്പൊ എന്നാ പറയാൻ പോകുന്നേ? നല്ല താങ്ക് യു. ഉള്ളതുപോലെ പറയുന്ന ആളാണ്. വർത്താനം പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. വെരി നൈസ് ആണ്. എന്താണ് റെസിപ്പി? ഒന്നുമില്ല ആക്ച്വലി, നമ്മൾ ഇതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല, മസാല, ബട്ട് സ്റ്റിൽ വി ക്യാൻ ഫീൽ ദ ആ ഒരു മീറ്റിന്റെ ഒരു ടെക്സ്ചർ. ഞാൻ പറയട്ടെ? എന്നാ പറഞ്ഞോ. ഗരം മസാല, പെപ്പർ, ഗ്രീൻ ചില്ലീസ്, കൊറിയാണ്ടർ, ജിഞ്ചർ ഗാർലിക്. ചില്ലി പൗഡർ ഇല്ല. കൊറിയാണ്ടർ ഇല്ല, കുറച്ച് കൊറിയാണ്ടർ അല്ലേ. അതെന്റെ റിയാക്ഷൻ കണ്ടിട്ട് പിന്നെ അല്ല, ഞാൻ പറഞ്ഞ റെഡ് ചില്ലീസ് ഇല്ല. ബേസിക്കലി റെഡ് ചില്ലി ഇല്ല. ബാക്കിയെല്ലാം മീഡിയം ലെവലില്. മീഡിയം ലെവൽ, ബിക്കോസ് ആ ഇറച്ചിയുടെ ഒരു ഫ്ലേവർ വേണം. ആൻഡ് യു മാരിനേറ്റഡ് ഇറ്റ് റിയലി വെൽ. താങ്ക് യു വെരി മച്ച്. ആ മാരിനേഷൻ ആണ് മട്ടനെ ഹിറ്റ് ആക്കുന്നത്. അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു യു ആർ എ വെരി ഗുഡ് കുക്ക് അല്ലേ. ഐ എം എ ഡീസന്റ് കുക്ക്, നോട്ട് എ വെരി ഗുഡ് കുക്ക്, ബട്ട് എ ഡീസന്റ് കുക്ക്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ്? മട്ടൺ. ഐ നോ. മട്ടൺ ഇതാ വീട്ടിൽ കുക്ക് ചെയ്യും. ഞാൻ 2 ദിവസം മട്ടൺ വെച്ചു. എന്റേതായ റെസിപ്പി. യുവർ ഫേവറേറ്റ് ഡിഷ്? ഐ മീൻ നോട്ട് മട്ടൺ. എല്ലാരും ബിരിയാണി നന്നായിട്ട് പഠിച്ചേക്കുവാ. നമ്മുടെ പഴയ നൗഷാദ്. അയ്യോ, അതിന്റെ റെസിപ്പി അറിയാമോ? ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിസ്. ഞാൻ ഹൈദരാബാദിൽ താമസിക്കുമ്പോൾ ഹി യൂസ് ടു കം ദേ. അപ്പം എൻ്റെ വീട്ടിലാണ് താമസിക്കുക. അപ്പം ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് പഠിച്ചു. അപ്പം ഞാൻ ആ ടൈപ്പ് ബിരിയാണി വയ്ക്കാം. Anyway, I'm so happy, sir. Thank you very much for being once again for my show. Thank you for the food. ഞങ്ങളുടെ ഒരു കുഞ്ഞു ട്രീറ്റ് അല്ലേ, അത്രേ ഉള്ളൂ. But still, anyway, all the best for your future, sir. Sirന്റെ ഒരു 360-degree പോട്ടെ. ഞങ്ങളുടെ എല്ലാ prayers and blessings will always with you and we'll support you. Thank you very much, sir. പ്രേക്ഷകർ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ, ഒരുപാട് അഡ്വൈസസ് സാറ് പറഞ്ഞു. എനിവേ, നമുക്കിതൊരു നല്ല സമയമായിരുന്നു അല്ലേ. ഇതേപോലെ പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.